ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹമാസിന്റെ നേതൃത്വത്തെ ഉന്നം വെച്ചുകൊണ്ട് ഖത്തറിന് മേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ഈജിപ്തിലും സമാനമായ രീതിയിൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതി മനസ്സിലാക്കിയതോടെ ഈജിപ്തിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പ്രത്യാഘാതം വളരെയധികം വിനാശകരമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈജിപ്ത് ഇപ്പോൾ നെതന്യാഹുവിന് നൽകുന്നത്. ഖത്തറിലെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹമാസ് നേതാക്കൾക്ക് ഈജിപ്ത് സംരക്ഷണം നൽകുമെന്ന് അവർ അറിയിച്ചതിന് പിന്നാലെയാണ് ഈ നേതാക്കൾ എവിടെയായാലും തങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഈജിപ്ത് ഇപ്പോൾ ഈ മുന്നറിയിപ്പും നൽകിയിരിക്കുന്നത്. ഇതോടെ യുദ്ധം വ്യാപിക്കാനുള്ള ഒരു ലക്ഷണമാണ് കാണുന്നത്. ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം സൗദി, UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പ്രത്യക്ഷത്തിൽ നെതന്യാഹുവിനെതിരായും ഇസ്രായേലിനെയും പരസ്യമായി വിമർശിക്കുക മാത്രമല്ല, UAE എക്സ്പോയിൽ ഇസ്രായേലിന്റെ പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് UAE ഇപ്പോൾ വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ചെറിയ ചെറിയ പ്രതികരണങ്ങൾ ഇവരിപ്പോൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് UAEയിൽ നിന്നും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റി അയച്ചതെന്ന് ഓർക്കണം. അതേ ആയുധങ്ങൾ വെച്ച് അവരുടെ തലമണ്ടയ്ക്ക് തന്നെ അടിക്കുന്ന പരിപാടിയാണ് നെതന്യാഹു ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം വെറും യാദൃശികമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 കൊല്ലത്തിലധികമായി നെതന്യാഹു ഖത്തറിനെ നോട്ടമിട്ടിട്ടുള്ളതാണ്. ഹമാസിനെ സംരക്ഷിക്കുന്നത് ഖത്തറാണ് എന്നാണ് നെതന്യാഹു ആരോപിക്കുന്നത്. ഹമാസിനെ ഖത്തർ ഫണ്ട് ചെയ്യുന്നു എന്നൊക്കെ നെതന്യാഹു പറയുന്നുമുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ നെതന്യാഹുവിന്റെ ഒരു ഉഡായിപ്പ് രാഷ്ട്രീയ കളി വേറെയുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഖത്തറിൽ നിന്നും കൈക്കൂലി വാങ്ങിയ ഒരു കേസിൽ നെതന്യാഹുവിന്റെയും കുടുംബത്തിന്റെയും പേരിൽ ഇസ്രായേൽ കോടതിയിൽ ഇപ്പോൾ ഒരു വിചാരണ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഹമാസിന് ഖത്തർ പണം കൊടുക്കുന്നതിന് നെതന്യാഹു അനുമതി കൊടുത്തിരുന്നു എന്ന ഒരു കേസും വേറെയുണ്ട്. ഒരേ സമയം ഹമാസുമായി യുദ്ധം ചെയ്യുകയും മറുവശത്ത് ഖത്തറിൽ നിന്ന് അയാളും കുടുംബവും പണം കൈപ്പറ്റുകയും ഹമാസിന് പണം നൽകാനായിട്ട് ഖത്തറിനെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നെതന്യാഹു അയാളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരെയും വഞ്ചിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന കണ്ടെത്തലാണ് കോടതിയിൽ നടക്കുന്ന വിചാരണയുടെ അടിസ്ഥാനം എന്ന് പറയേണ്ടതുണ്ട്. ഹമാസുമായി ഒരു വെടിനിർത്തൽ ഉണ്ടാവാനും യുദ്ധം ഒഴിവാക്കാനുമാണ് ഹമാസിനെ ഖത്തറിനെ കൊണ്ട് പണം കൊടുപ്പിച്ചത് എന്ന വാദമാണ് നെതന്യാഹു കോടതിയിൽ നിരത്തുന്നത്. താൻ ഖത്തറിൽ നിന്നും കൈക്കൂലി ഒന്നും വാങ്ങിയിട്ടില്ല എന്നും അയാൾ കോടതിയിൽ വാദിക്കുന്നുണ്ട്. അല്ലെ തന്നെ ഒരുത്തരും ഞാൻ കൈക്കൂലി വാങ്ങി എന്ന് പറയില്ലല്ലോ. ശരിക്കും ഇയാൾ ഖത്തറിൽ നിന്നും വലിയ തുകയാണ് കൈപ്പറ്റിയിട്ടുള്ളത്. 1 വർഷത്തിലധികമായി കേസ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതവണ അയാൾ കോടതിയിൽ ഹാജരാവുകയും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പിന്നിൽ അയാൾക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇതിനു പിന്നിൽ അയാൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ട് പലസ്തീൻ അതോറിറ്റിയെ ദുർബലപ്പെടുത്താനും പലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കാനും ഒക്കെയാണ് ഇയാളിപ്പോൾ ഇരുതലയുള്ള രാഷ്ട്രീയ നാടകം കളിക്കുന്നതെന്ന് പല നിരൂപകരും ഇതിനകം പറഞ്ഞിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് വിഡ്ഢികൾ? യുദ്ധം വീക്ഷിക്കുന്ന ലോക ജനത ശരിക്കും ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗാസ യുദ്ധത്തിന് നമ്മൾ ആരും കാണാത്ത മറ്റൊരു അടുക്കളയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ട്രംപും നെതന്യാഹുവും ഈ ഹമാസുമെല്ലാം പരസ്പരം തോളിൽ കൈയിട്ടുകൊണ്ട് ചിരിച്ചുല്ലസിച്ച് ചായ കുടിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. ഹമാസ് വെടിനിർത്തലിന് സമ്മതിച്ചു, അതല്ലെങ്കിൽ അവർ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നെതന്യാഹു ഗസയുടെ മേൽ ആക്രമണം വർദ്ധിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നെതന്യാഹു വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഹമാസ് അതിനെ അനുവദിക്കാതെ ഇസ്രായേലിന് മേൽ ഒരു ആക്രമണമാണ് നടത്തുന്നത്. അതല്ലെങ്കിൽ അവരുടെ കുറച്ച് സൈനികരെ കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണ് ഈ ഹമാസ് ഉണ്ടാക്കുന്നത്. ഇത് കുറെ നാളായിട്ട് നടക്കുന്ന ഒരു നാടകമാണ്. എന്നാൽ നമ്മളിതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഇതിനിടയിൽ ഹമാസിന്റെ ചില നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ ഇവർ തമ്മിലുള്ള യുദ്ധം യഥാർത്ഥമാണെന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പക്ഷത്ത് ചാഞ്ഞുകൊണ്ട് ഈ യുദ്ധത്തിന് അനുകൂലമായും പ്രതികൂലമായൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. എന്നാൽ ശരിക്കും 2 കൂട്ടർക്കും യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു വ്യഗ്രതയും ഇല്ല എന്നുള്ളതാണ്. ഇത് കാണുമ്പോഴാണ് നമുക്ക് ഒന്നും മനസ്സിലാവാതെ പോകുന്നത്. ശരിക്കും 2 കൂട്ടരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായി തന്നെ യുദ്ധം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഈ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലുന്നത് ഒഴിവാക്കാനും കഴിയും. ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ തമ്മിലുള്ള ഈ ഒത്തുതീർപ്പ് ചർച്ച ഏതാണ്ട് തീരുമാനമായപ്പോഴാണ് ഹമാസിന്റെ നേതാക്കളെ ഉന്നം വെച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നെതന്യാഹു ഖത്തറിൽ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ ഒത്തുതീർപ്പാകുമ്പോൾ എന്തിനാണ് ഖത്തറിലെ ഹമാസിന്റെ നേതാക്കളെ കൊല്ലാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത്? തന്നെയുമല്ല, ഈ ആക്രമണത്തിന് തൊട്ട് മുമ്പ് ഹമാസിന്റെ നേതാക്കൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു എന്നും ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഏതാണ്ട് ഹമാസിന്റെ താഴേക്കിടെയുള്ള ഒരു 4-5 ഉദ്യോഗസ്ഥർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഉന്നത തലത്തിൽപ്പെട്ട ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അവരെല്ലാം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്.
എന്നാൽ ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ഗസ യുദ്ധം അവസാനിക്കുന്നതോടെ നെതന്യാഹു യുദ്ധവിചാരണ നേരിടേണ്ടി വരും എന്നൊരു ഭയം അയാൾക്കുള്ളത് കൊണ്ടാണ് ഇയാൾ ഖത്തറിനെ ആക്രമിച്ചുകൊണ്ട് ഹമാസുമായി ഒരു പുതിയ വെല്ലുവിളിക്ക് തുടക്കമിടുന്നത് എന്ന് നമ്മൾ അറിയണം. പല രാജ്യങ്ങളും നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളിയാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അയാൾ വിചാരണ നേരിടേണ്ടി വരും. പിന്നെ അയാൾക്ക് ജീവിതകാലം പുറം ലോകം കാണാൻ കഴിയില്ല. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ ഭയമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ച അടുത്ത് വരുമ്പോൾ അതിനെതിരായിട്ട് നെതന്യാഹു പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ ആക്രമിക്കുന്നതും ഒക്കെ. ഇനിയിപ്പോൾ അയാൾ ഈജിപ്തിനെയും ആക്രമിക്കാനുള്ള പരിപാടിയാണ്. അതും ചിലപ്പോൾ ഈ അടുത്ത ദിവസം സംഭവിച്ചേക്കാം. ഹമാസിന്റെ നേതാക്കളെ കൊല്ലാനെന്നുള്ള പേരും പറഞ്ഞുകൊണ്ടാണ് അയാൾ ഈജിപ്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഉദ്ദേശം ഈജിപ്തുമായി ഒരു യുദ്ധം തുടരുക എന്നുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ മറ്റൊരു യുദ്ധം തുടങ്ങുന്നതോടുകൂടി നെതന്യാഹുവിന്റെ നില കൂടുതൽ ഭദ്രമാവുകയാണ് ചെയ്യുന്നത്. അതായത് യുദ്ധത്തിൽ പെട്ടിരിക്കുന്നത് കാരണം വിചാരണ നേരിടേണ്ടി വരില്ല. അതുകൊണ്ട് അയാൾ എപ്പോഴും ഒരു യുദ്ധത്തിലേക്ക് ഇങ്ങനെ ചാടി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇതിന് മറ്റൊരു പുറം കൂടിയുണ്ട്. ഈ നെതന്യാഹുവിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി മാത്രമാണോ ഇയാൾ ഈ യുദ്ധം ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം. ട്രംപിന്റെ അനുഗ്രഹമില്ലാതെ നെതന്യാഹുവിന് എല്ലാവരോടും യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നൊരു വസ്തുത ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഗാസ സ്ഥിരമായി പിടിച്ചെടുക്കാൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല എന്ന് നെതന്യാഹു പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഗാസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവർക്ക് ഗാസ വേണ്ട, പിന്നെ അത് ഗാസ പിടിച്ചെടുക്കാൻ പോകുന്നു, അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും അവരതിന് തയ്യാറാവുന്നില്ല. ജനങ്ങളെ കുറച്ച് പേര് കൊല്ലുന്നു എന്നല്ലാതെ അതൊരു യുദ്ധത്തിന്റെ പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ സ്ഥിരമായിട്ട് ഗാസയിൽ ആക്രമണം നടത്തി ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആൾക്കാരെ കൊല്ലുമ്പോൾ ഭയമുണ്ടാവുമല്ലോ, അതാണ് ഈ ആൾക്കാരെ കൊല്ലുന്നതിന്റെ ഉദ്ദേശം. അല്ലാതെ കുറെ കെട്ടിടം ബോംബിട്ട് തകർത്തിട്ട് ഒരു കാര്യമില്ല. ഇനി അല്ലെ തന്നെ ബോംബിടാൻ ഒന്നും ഇല്ലതാനും ഈ ഗസയിൽ. ആകെ ഒരു കൺഫ്യൂഷനാണ് നമുക്കുണ്ടാകുന്നത്. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ നെതന്യാഹുവിന്റെ സൈനിക മേധാവി ഇയാൽ സമീറും അതുപോലെ ഇസ്രായേൽ സൈന്യത്തിലുള്ള മറ്റ് പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരാരും തന്നെ ഈ ഗസ യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ വളരെ നാളായിട്ട് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ നെസറ്റിലെ നെതന്യാഹുമായി ഈ സൈനിക തലവൻ പലതവണ വാക്കുതർക്കം ഉണ്ടാവുക ചെയ്തിട്ടുണ്ട്. എന്നാൽ നെതന്യാഹു യുദ്ധത്തിൽ നിന്നും പിന്മാറാതെ യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരിങ്ങനെ യാതൊരു ലക്ഷ്യവുമില്ലാതെ ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ബന്ദികളെ തിരിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായി ഇങ്ങനെ ആക്രമണം നടത്തുന്നതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അതിന് ഒരു കരാറാണ് വേണ്ടത്. ഹമാസുമായി ഒരു കരാർ ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി ഒരു വെടിനിർത്തൽ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ബന്ദികളെ തിരിച്ചു വാങ്ങണം. അതിന് പകരം ഇവർ വെറുതെ ഇങ്ങനെ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബോംബാക്രമണം നടത്തി കഴിഞ്ഞാൽ ഹമാസ് കൊണ്ട് അവരുടെ കയ്യിലുള്ള ബന്ദികളെല്ലാം ഈ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവർ കീഴടങ്ങും എന്ന് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളാണ്. ഇതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകാത്ത വല്ലാത്തൊരു ദുരൂഹത ഈ യുദ്ധത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിലൊരു യുദ്ധത്തിന്റെ ഭീതിയിൽ ഇങ്ങനെ വീഴ്ത്തി കഴിഞ്ഞാൽ അതിന്റെ നേട്ടം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ് എന്നതാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും അറബികളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. ഈ കളിയിൽ ഹമാസിന് ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മുഴുവൻ കളിക്കുന്നത് നെതന്യാഹുവും ട്രംപും കൂടിയാണ്. ഇസ്രായേൽ ഇങ്ങനെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഓരോ രാജ്യങ്ങളെ ഇങ്ങനെ കടന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭയന്ന് പറച്ച ഖത്തറും UAEയും സൗദിയും എല്ലാം ഈ അഭയത്തിന് വേണ്ടി ഈ അമേരിക്കയെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങും. അതിലൂടെ അമേരിക്കയ്ക്ക് ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി വിലപേശാനുള്ള ഒരു അവസരമാണ് ഇതിനിടയിൽ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ രാജ്യങ്ങളുടെ സംരക്ഷണം, അതായത് ഇസ്രായേലിന്റെ ആക്രമണം തടയാൻ വേണ്ടി ട്രംപ് വിചാരിക്കണം. അപ്പോൾ ട്രംപിന് അതിന് നല്ല കാശ് കൊടുക്കേണ്ടി വരും. ഈ യുദ്ധം നീണ്ടു നിന്നതുകൊണ്ടാണല്ലോ ട്രംപിന് ചക്കാത്തി $400 മില്യൺ വില വരുന്ന ഒരു വിമാനം തന്നെ കിട്ടിയത്. തന്നെയുമല്ല, അറബികൾ കോടിക്കണക്കിന് ട്രില്യൺ ഡോളറാണ് ഇപ്പം അമേരിക്കയിൽ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ഇങ്ങനെ ഇവർ ഈ ഡോളർ കൊണ്ട് അമേരിക്കയിൽ നിക്ഷേപിക്കുമ്പോൾ 10 യുദ്ധം നടത്താനുള്ള കാശ് ഈ ഗുണ്ടാപ്പണി ചെയ്ത നെതന്യാഹുവിന് കൊടുക്കാൻ ട്രംപിന് കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അറബികളെ കളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമാണ് ട്രംപും നെതന്യാഹുവും ഒക്കെ കളിക്കുന്നത് എന്നുള്ളത്. ഹമാസ് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഹമാസിന് കാര്യങ്ങൾ മുഴുവൻ പിടികിട്ടിയിട്ടുണ്ടാവില്ല. തന്നെയുമല്ല, UAE, ഖത്തർ, സൗദി, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ എല്ലാം സംരക്ഷണം അമേരിക്കയ്ക്ക് തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ഈ ഖത്തറിന് അമേരിക്കൻ സംരക്ഷണത്തിന്റെ കാലാവധി ഈ ജനുവരി 25 കൂടി ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ കരാറ് പുതുക്കാൻ ഖത്തർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നോർക്കണം. അതൊരു പക്ഷേ ഖത്തർ അമേരിക്കയെ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമാണോ എന്ന് ട്രംപ് ഭയക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് നെതന്യാഹു എന്ന ഗുണ്ടയെ വിട്ടുകൊണ്ട് ഖത്തറിന്റെ വീടിന് ഇപ്പോൾ കല്ലെറിയാൻ ശ്രമിച്ചിരിക്കുന്നത്, അതായത് ആക്രമണം നടത്തിയിട്ടുള്ളത്. അങ്ങനെ അറബികളെ മൊത്തത്തിലൊന്ന് ഭയപ്പെടുത്തി ഇവന്മാർ രണ്ടുപേരും കൂടെ കളിക്കുന്ന നാടകമാണ് ഇപ്പോൾ ശരിക്കും ഗസ യുദ്ധം എന്ന് പറയേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.